നമുക്കേ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ചൂടായ കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാവണേ. എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവോളയും ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതീയിലെ മിക്സ് ചെയ്യാവുള്ള ഈ സവോള നന്നായിട്ട് വഴന്നു വന്നാലേ നമ്മുടെ ചിക്കൻ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെറു തീയിൽ വേണം വേവിക്കാൻ. ഞാൻ ജസ്റ്റ് അത് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചേ. ഇത് ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ച് വെച്ച് നമ്മുടെ ചിക്കനും കൂടെ ഞാൻ അതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. സവോളയും ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ പൊടിച്ച് വെച്ച ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇതൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇത് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാവേ. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ മസാലയ്ക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. ഒരു വലിയ തക്കാളി അരച്ച് ചിക്കനിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണം, അല്ലെങ്കിൽ ചിക്കൻ വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാവേ. ഇതേ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. Thank you for watching me. Have a nice day.